ഹരേ കൃഷ്ണ. ഹിഡുംബനും ഇടുംബനും ഒരാളാണോ? പലർക്കും മാറിപ്പോകുന്ന രണ്ട് പുരാണ കഥാപാത്രങ്ങൾ. മഹാഭാരത കഥകളിൽ നമ്മൾ ഒരുപാട് വീരന്മാരെയും യോദ്ധാക്കളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ കാടിനെ വിറപ്പിച്ച ഒരു അസുരനെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതാണ് ഹിഡുംബൻ. സാക്ഷാൽ ഭീമസേനനെ പോലും ഒരു കടുത്ത യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഭീകരൻ. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരും മാതാവ് കുന്തിയും എത്തിയത് ഘോരമായ ഒരു വനത്തിലായിരുന്നു. അവർക്ക് കാവലായി ഉണ്ടായിരുന്നത് ഭീമസേനനായിരുന്നു. ഇതേ വനത്തിൽ നരഭോജിയായ ഒരു അസുരനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഹിഡുംബൻ. അവൻ്റെ സഹോദരി ഹിഡുംബി. രണ്ടുപേരും നരഭോജികളായിരുന്നു. ഭക്ഷണം അന്വേഷിച്ച് വനത്തിൽ പോയ ഹിഡുംബിക്ക് സുന്ദരനും ബലവാനുമായ ഭീമസേനനെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തോട് പ്രണയം തോന്നുന്നു. അവൾ അസുരമായ ഉപയോഗിച്ച് സുന്ദരമായ രൂപത്തിൽ ഭീമസേനൻ്റെ അടുത്ത് ചെല്ലുകയും തന്നെക്കുറിച്ചുള്ള സത്യമെല്ലാം തുറന്നു പറയുകയും പ്രണയം തുറന്നു പറയുകയും തൻ്റെ സഹോദരനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും ആവശ്യപ്പെടുന്നു. സഹോദരിയെ അന്വേഷിച്ച് എത്തിയ ഹിഡുംബൻ ഈ രംഗം കാണുകയും തൻ്റെ സഹോദരി ഒരു മനുഷ്യനെ പ്രണയിച്ച് തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നും ചിന്തിച്ച് ഹിഡുംബിയെ ആക്രമിക്കും. ഇത് തടയാൻ ശ്രമിക്കുന്ന ഭീമസേനനോട് ഹിഡുംബൻ എതിരിടുന്നു. അതോടെ കാടിനെ നടുക്കിയ മഹായുദ്ധം ആരംഭിക്കുന്നു. രണ്ട് മലകൾ തമ്മിലുള്ള യുദ്ധം പോലെ ആയിരുന്നു ഹിഡുംബനും ഭീമസേനനും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ ഹിഡുംബൻ കൊല്ലപ്പെടുന്നു. തുടർന്ന് മാതാവായ കുന്തിദേവിയുടെയും സഹോദരങ്ങളുടെയും അനുവാദത്തോടുകൂടി ഭീമസേനൻ ഹിഡുംബിയെ വിവാഹം കഴിക്കുന്നു. ഇവർക്ക് ജനിക്കുന്ന പുത്രനാണ് ഘടോൽകചൻ. കൗരവർക്കെതിരെയുള്ള മഹാഭാരത യുദ്ധത്തിൽ ഘടോൽകചൻ വീരമൃത്യു വരിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും വലിയ ഭക്തനും കാവൽക്കാരനുമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അസുരനാണ് ഇടുംബൻ. അഗസ്ത്യമുനിയുടെ ശിഷ്യനായിരുന്നു ഇടുംബൻ. ഒരിക്കൽ തൻ്റെ പൂജകൾക്കായി ഹിമാലയത്തിൽ നിന്നും ശിവഗിരി എന്നും ശക്തിഗിരി എന്നും രണ്ട് മലകൾ തെക്കോട്ട് കൊണ്ടുവരാൻ അഗസ്ത്യമുനി ഇടുംബനോട് ആവശ്യപ്പെടുന്നു. ഇടുംബനാകട്ടെ രണ്ട് മലകളെ ഒരു വലിയ തണ്ടിൻ്റെ ഇരുവശങ്ങളിലുമായി തോളിലേറ്റി യാത്ര തിരിക്കുന്നു. ഇതാണത്രേ പുരാണത്തിലെ ആദ്യത്തെ കാവടി. ഈ സമയം സുബ്രഹ്മണ്യസ്വാമിയാകട്ടെ മാതാപിതാക്കളായ മഹാദേവനോടും പാർവതീദേവിയോടും പിണങ്ങി ഇരിക്കുന്ന സമയമായിരുന്നു. ഭഗവാൻ ഈ മലകൾ തൻ്റേതാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ ഇടുംബനും ബാലമുരുകനും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. യുദ്ധത്തിൽ ഇടുംബൻ മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇടുംബൻ്റെ ഭാര്യയായ ഇടുംബിയുടെയും അഗസ്ത്യമുനിയുടെയും പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ മുരുകൻ ഇടുംബന് ജീവൻ തിരികെ നൽകി അനുഗ്രഹിക്കുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ ഇടുംബൻ മുരുകൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുകയും മുരുകൻ്റെ ദ്വാരപാലകനായി അവിടെ തുടരാൻ ഇടുംബനെ ഭഗവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പഴനിമല കയറി വരുന്ന ഭക്തർ മുരുകനെ ദർശിക്കുന്നതിന് മുമ്പ് മലയുടെ താഴെയുള്ള ഇടുംബൻ സ്വാമിയെ വണങ്ങി പൂജ ചെയ്യണം. എങ്കിൽ മാത്രമേ മുരുകൻ്റെ അനുഗ്രഹം പൂർണ്ണമാകൂ. കാവടിയേന്തി വരുന്ന തന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തരുടെയും പ്രാർത്ഥനകൾ കേൾക്കുമെന്നും അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾ നൽകുമെന്നും മുരുകൻ അരുളി ചെയ്യുന്നു. തമിഴ് ഭക്തി സംസ്കാരത്തിൽ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ഇടുംബൻ സ്വാമി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.